നമസ്കാരം. എം.വി. ഗോവിന്ദൻ ഇറങ്ങി, ശശികല ഓടി. CPM നന്ദഗോവിന്ദം ഭജൻസിനൊപ്പം. ഈ നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ചുള്ളൊരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ പലപ്പോഴും ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കലാകാരന്മാർ മറ്റ് ഈ പറയുന്ന ഒരു തരത്തിലുമുള്ള വിവാദങ്ങളിലൊന്നും പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭജന സംഘമായിരുന്നു. അതിൽ പലപ്പോഴും വലിയ ആൾക്കൂട്ടത്തെയൊക്കെ പിടിച്ചിരുത്താൻ അവർക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു നന്ദഗോവിന്ദം ഭജൻസ് ജനങ്ങളുടെ ഇടയിൽ വൈറലായി മാറുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അതിനിടയിലാണ് ഈ വിവാദത്തിലേക്ക് ഇവർ ചെന്നുപെട്ടത്. അതൊരു വിവാദമാണോ എന്ന് ചോദിച്ചാൽ വിവാദമാക്കിയതാണ്. അത് ഈ ശശികല ടീച്ചറിനെ പോലുള്ളവർക്ക് എന്ത് കണ്ടാലും അതിനകത്ത് വർഗീയത ഉള്ളതുകൊണ്ടും മതത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടും ഒന്നും ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. മറ്റുള്ളവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് ശരിയാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ടീച്ചറിനെ പോലുള്ളവരും അവർക്ക് കുട പിടിക്കുന്ന കുറേ അവരുടെ അണികളുമാണ്. ഇവിടെ ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രമമൊക്കെ നടത്താൻ ശ്രമിച്ചു. ഹിന്ദു വിഭാഗത്തിന്റെ ഒരു വിഭാഗമാണ് കേട്ടോ, എല്ലാ ഹിന്ദുക്കളും അല്ല. ഹിന്ദുക്കൾക്കൊക്കെ അത്യാവശ്യം വിവരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് അറിയാം. പക്ഷെ അതല്ലാതെ നിൽക്കുന്ന ഒരു വിഭാഗത്തിനാണ് ഈ വർഗീയതയും മതവും ഒക്കെ പറഞ്ഞ് ഇതിനെ വല്ലാത്ത വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹിന്ദുക്കളിൽ വലിയൊരു ഭൂരിപക്ഷം എപ്പോഴും നന്ദഗോവിന്ദം ഭജൻസ് ചെയ്യുന്ന അവരുടെ ആ കലാപ്രവർത്തനങ്ങളെ, ആ കലാരീതിയെ, ഭജൻസിനെ ഒക്കെ അവർ നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. അവരതിനെ ചേർത്ത് പിടിക്കുന്നതാണ്. ഒരു ക്രിസ്തീയ ഭജന അവതരിപ്പിച്ചതിന്റെ പേരിൽ ഒരു സൈബർ ആക്രമണം നേരിടുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ പലപ്പോഴും തള്ളിക്കളയുന്ന ഒരു സമീപനം ഈ ടീച്ചറും ശശികല ടീച്ചറും അവരോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും, ഒരു ന്യൂനപക്ഷമാണ്, അത്തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗം ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ സൈബർ ഇടത്തിൽ കൊന്നു തള്ളേണ്ടതല്ല ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള കലാകാരന്മാരെ. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെ ചേർത്ത് പിടിക്കുവാൻ CPM ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. നല്ലത് എന്ന് തന്നെ പറയട്ടെ. വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയാണ് എം.വി. ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത്. ക്രിസ്തീയ ഭജന അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ പിന്തുണയ്ക്കുവാനുള്ള CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, കേരളത്തിന്റെ മതനിരപേക്ഷത, ആ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാൻ വർഗീയ ശക്തികൾ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് എന്നും, അപ്പോൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നന്ദഗോവിന്ദം ഭജൻസിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രചാരണമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ നേരത്തെ നന്ദഗോവിന്ദം ഭജൻസിനെതിരായിട്ടുള്ള സൈബർ സഖാക്കളിൽ ഒരു വിഭാഗം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അന്ന് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഭജൻസ് സംഘത്തിന് കാര്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഭജൻ സംഘത്തിന് എന്തുകൊണ്ടാണ് അന്ന് കാര്യമായിട്ടുള്ള പിന്തുണ ലഭിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇവരുടെ പാട്ടുകൾ, അതായത് ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പാട്ടുകൾ RSSന് അനുകൂലമാണ് എന്ന്, BJPക്ക് അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞ CPMകാർ തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ ഒരു വിവാദം വന്നപ്പോൾ അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. എന്നാൽ അന്ന് സംഘപരിവാർ ഉൾപ്പെടെയുള്ള വലതുപക്ഷ ശക്തികൾ ഈ വിഷയത്തെ വർഗീയമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് നന്ദഗോവിന്ദത്തെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് പാർട്ടി തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. ഇനി പാർട്ടി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ മറക്കാം. പകരം അവർ ചെയ്യുന്ന ആ ക്രിയാത്മകതയെ, ക്രിയേറ്റിവിറ്റിയായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അവരുടെ രീതികളെ, അതിനെ നമുക്ക് ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയാവുന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് അതിനെ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയപ്പെടുന്ന അവരെയും അവരുടെ കലാകാരന്മാരെയും നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം, അവരെ ചേർത്ത് നിർത്തുക തന്നെ വേണം. ഇപ്പോൾ ജനതയെ യോജിപ്പിച്ച് നിർത്തുന്ന സാംസ്കാരിക രൂപങ്ങളെ സൂക്ഷ്മതലത്തിൽ ഇല്ലാതാക്കാനാണ് ഈ മതരാഷ്ട്രവാദികൾ ശ്രമിക്കുന്നത് എന്നുള്ള എം.വി. ഗോവിന്ദന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. സംഘപരിവാർ കാലങ്ങളായിട്ട് ഉയർത്തുന്ന വർഗീയ അജണ്ടകളുടെ തുടർച്ചയാണ് ഇത് എന്നും, അയ്യപ്പനും ബാബരും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും, ദേവസ്വം ബോർഡ് പണം അത് സർക്കാർ അപഹരിക്കുന്നു എന്നും നുണ പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഈ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ശ്രീ എം.വി. ഗോവിന്ദൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട്, ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെയുള്ള ആക്രമണം എന്നുകൂടി പറഞ്ഞു വെക്കാൻ എം.വി. ഗോവിന്ദൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ്. മതവിശ്വാസവും വർഗീയതയും രണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഇക്കാര്യത്തിൽ നന്ദഗോവിന്ദൻ ഭജൻസ് സ്വീകരിച്ചത് പക്വതയാർന്ന സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
മതങ്ങൾക്ക് അതീതമായിട്ട് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ യോജിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ള എം.വി. ഗോവിന്ദന്റെ വാക്കുകളും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ സൈബറിടത്തിലെ മുൻപത്തെ എതിർപ്പുകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള ഒരു മതസൗഹാർദ്ദത അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് CPM ഒരു നീക്കം നടത്തുന്നു, അല്ലെങ്കിൽ CPMന്റെ ലക്ഷ്യം തന്നെ അത്തരത്തിലൊരു നീക്കമാണ് എന്ന് എം.വി. ഗോവിന്ദൻ പറയുമ്പോൾ, അത്തരത്തിലുള്ള ചിന്തകളെ, പ്രവർത്തനങ്ങളെ നമുക്ക് ശ്ലാഘനീയമെന്ന് തന്നെ പറയാം. അത് വേണ്ടത് തന്നെയാണ്. കാരണം ഒരിടത്തും ഇത്തരത്തിൽ തോൽവികൾ ഏറ്റുപിടിക്കാൻ പാടില്ല. മതത്തെയും വർഗീയതയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അത് ക്രിസ്തീയ ഭക്തി പാടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദു ഭക്തി ഗാനം പാടിയതുകൊണ്ടോ മാത്രം മനുഷ്യനായി തീരുന്നില്ല. മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്നത് പോലെ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാതെ അതിൻ്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ഒരിക്കലും ഒരു കേരളം പോലൊരു ഒരു സ്ഥലത്ത്, ഒരു സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ചേർന്നതല്ല എന്ന് പറയട്ടെ. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് ആണ് വളരെ ആൾക്കാരെ കോൾമേർ കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നൊരു ലക്ഷ്യത്തോട് നടത്തുന്ന ഇപ്പോഴത്തെ ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പ്രമിസസിന് പുറത്തു നിന്ന് നടത്തുന്ന ഒരു അവരുടെ ഭക്തിഗാന പരിപാടിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നന്ദഗോവിന്ദന്റെ ഭജനയിൽ ഒരു ക്രിസ്തീയ ഭജന അവതരിപ്പിച്ചത് എന്ത് തെറ്റാണ്? അതിനെ എത്രയും വിവാദമാക്കേണ്ട എന്ത് കാര്യമാണ്? ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഈ ശശികല ടീച്ചറിനെ പോലുള്ളവർ ഉയർന്നു വരുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കേണ്ടത് അവർ തന്നെയാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലി വേർതിരിച്ച് കാണേണ്ട ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ. അതിനെ മുളയിലെ നുള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ കൊഴുത്ത് കയറിക്കൊണ്ടിരിക്കും. വർഗീയതയും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് പരസ്പരം ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന, തമ്മിൽ പിരിയിപ്പിക്കുന്ന, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയപ്പെടുന്ന സിസ്റ്റത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അതൊരിക്കലും ശരിയല്ല. എം.വി. ഗോവിന്ദൻ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ ശ്രമിക്കുന്ന ഈ നടപടിയെ നമുക്ക് അംഗീകരിക്കാം. ഇപ്പോൾ ഇവിടെ CPM നന്ദഗോവിന്ദം ഭജൻസിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാർട്ടി അങ്ങനെ അവരെ ചേർത്ത് പിടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു മതവും ജാതിയും ഒന്നും നോക്കാതെ അവർ ചെയ്യുന്ന ആ സാംസ്കാരിക പ്രവർത്തനത്തെയും ഒപ്പം തന്നെ അവരുടെ കലാ സബര്യയും ഒപ്പം തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി മൈൻഡ് സെറ്റിനെയും നമ്മൾ അംഗീകരിക്കുക.